ഇതിലെ എൻ്റെ സഞ്ചാരവീതി വാസ്കോയുടെ ചരിത്രത്തോടുകൂടി ഉള്ള ബീച്ച്, കൊയിലാണ്ടിക്കടുത്തുള്ള പ്രശസ്തമായ ബീച്ച്. കാപ്പാട് ബീച്ച്. കാപ്പാട് ബീച്ചിന്റെ ചരിത്രം എന്ന് പറഞ്ഞാൽ കേരളത്തെ മാറ്റിമറിച്ച വാസ്കോ പോർച്ചുഗീസ് നാവികൻ കാപ്പാട് ബീച്ച്. കാപ്പാട് ബീച്ചിന്റെ തുടക്കമാണത്. അതിന്റെ കവറിംഗ് ആണ്. അനവധി പേര് വരുന്നു പോകുന്നുണ്ട്. പക്ഷെ ചരിത്രത്തിന്റെ ഭാഗമായിട്ടാണ് എല്ലാവരും ഈ ബീച്ചിലേക്ക് വരുന്നത്. നിരവധി പേർ വരുന്നു, കുട്ടികളുമായി പോകുന്നു, കടൽ കാണുന്നു, പോകുന്നു. ഇവിടെ പ്രവേശന ഫീസ് 25 രൂപ താട്ടാണ്. 61 വയസ്സ് കഴിഞ്ഞവർക്ക് 60 വയസ്സ് കഴിഞ്ഞവർക്ക് 12 രൂപ മാത്രമേ ഉള്ളൂ. കുട്ടികൾക്ക് കുറവുണ്ട്. വിജനമായ കാപ്പാടാണ് ഞാൻ കാണിക്കുന്നത്. ഇതിന്റെ മറ്റീ വശങ്ങളിലേക്കാണ് കാപ്പാട് വന്ന് വാസ്കോ ഡ ഗാമ ഇറങ്ങിയത്. അതിന്റെ ബീച്ചിന്റെ ഇങ്ങേയറ്റമാണ്. ഇതുപോലെ നിശബ്ദമായിരുന്ന ആ ഒരു കാലഘട്ടത്തിലായിരിക്കാം വാസ്കോ ഡ ഗാമ ഇവിടെ കാലുകുത്തിയത്. അത് കേരളത്തിലെ ചരിത്രം തന്നെ മാറ്റി എഴുതി. കേരളത്തിലെ കാർഷിക മേഖലയിൽ വൻ മാറ്റങ്ങൾ ഗാമ വരുത്തിയിട്ടുണ്ട്. കപ്പളങ്ങ എന്ന കർമൂസ, കപ്പലണ്ടി, കശുവണ്ടി എന്നുള്ള കാർഷിക വിഭവങ്ങളൊക്കെ പോർച്ചുഗലുകാരുടെ സമ്പാദ്യമാണ്, അവരുടെ സംഭാവനയാണെന്നൊക്കെയാണ് ചരിത്രം പഠിപ്പിച്ചിട്ടുള്ളത്, പറയുന്നത്. അങ്ങനെ കാർഷിക മേഖലയിൽ കേരളത്തിൽ വളരെയധികം മാറ്റങ്ങൾ വന്നിരിക്കുന്ന ചരിത്രപ്രധാനമായ സ്ഥലമാണ് ഈ കാപ്പാട്. ചരിത്ര ഗവേഷകരും വിദ്യാർത്ഥികളും ഇന്ത്യയെ തൊട്ടറിയുന്നവരും പോർച്ചുഗലുകാരും ഇന്നും വരുന്ന ഒരു സ്ഥലമാണ് കാപ്പാട്. കാപ്പാടിന്റെ ചരിത്രം, അതിൻ്റെ ഓർമ്മ, അതിനോട് ഊളിയിടുമ്പോഴുള്ള ഒരു ചിന്തകൾ എല്ലാം ഈ സ്ഥലത്ത് വരുമ്പോൾ നമുക്ക് നമ്മുടെ ശ്രോതാക്കൾക്ക്, പ്രേക്ഷകർക്ക് ഒക്കെ കാണാൻ സാധിക്കുന്നതാണ്. ഒന്നുമില്ലെങ്കിലും നമ്മൾ ഇവിടെയാണല്ലോ നമ്മൾ കാപ്പാട് പോർച്ചുഗൽ നാവികൻ വന്നിറങ്ങിയത്, വാസ്കോ ഡ ഗാമയുടെ പാദസ്പർശമേറ്റത് എന്നൊക്കെ നമുക്ക് ചിന്തിക്കപ്പെട്ടു. അതുകൊണ്ടും ഈ കാണുന്ന ഈ പ്രദേശത്താണ് ഗാമ കാലുകുത്തിയത്. ഓർമ്മകളുടെ കൗമാരത്തിൽ ആ വിളക്ക് നിൽക്കുന്നത് കണ്ടോ? ആ തൂണിൻ്റെ ഉള്ളിൽ വിളക്ക് വെളിച്ചമുണ്ട്. ഇവിടുത്തെ വരുന്ന കപ്പലുകൾക്കൊന്നും ഗാമ ഇറങ്ങിയ ഈ പ്രദേശത്തെ ഈ വെളിച്ചം തെളിയിക്കും. ഗാമയുടെ ചരിത്രം കൊണ്ട് കടലിലൂടെ നോക്കി തിരിച്ചോടുകയും കുളിക്കുകയും ഒക്കെ ചെയ്യുന്ന പക്ഷികളെ കണ്ടു. ചരിത്രം ഉറങ്ങുന്ന നാട്ടിലെ അവരുടെ ഒരു ആകാശപ്പറവുകളൊക്കെ ഇവിടെ കാണാം. ഓർമ്മയുടെ തീരങ്ങളെ തഴുകി തീരുന്ന തിരമാലകൾ, കുട്ടികൾ ഒന്നും അറിയാതെ ഓടിക്കളിക്കും. കാപ്പാട്, ചരിത്രം ഉറങ്ങുന്ന കാപ്പാട്. കാപ്പാടിന്റെ സ്മരണയിലേക്ക് ഓർക്കുവാനും ചിന്തിക്കുവാനും ചിരിക്കുവാനുമായി ഉണ്ടല്ലേ ആളുകളൊക്കെ വരുന്നുണ്ട്. കോഴിക്കോട് ബീച്ചിൽ അത്രയും തിരക്കൊന്നും ഇല്ലെങ്കിലും കാപ്പാടിന്റെ ചരിത്രത്തെ മുൻനിർത്തിയാണ് ഇവരുടെയൊക്കെ വരവ്. അത് കാണുമ്പോൾ നിർവൃതി ഒക്കെ. കുട്ടികൾക്ക് ഉല്ലസിക്കാനൊക്കെ സംവിധാനങ്ങളുണ്ട്. തൊട്ടിലെ ഊഞ്ഞാല്, ചാറ്റിന്റെ നെഞ്ചുകളി, കോഴിക്കോട് തനി വിഭവമായ നെല്ലിക്ക ഉപ്പിലിട്ടത്, കടലിൽ എവിടെയോ സാങ്കല്പികമായ ഒരു കപ്പൽ വന്നു നിൽക്കുന്നു. വാസ്കോ ഡ ഗാമ അതിൽ നിന്ന് ബൈനോക്കുലർ വഴി കൊണ്ട് നോക്കുന്നതൊക്കെ നമുക്കൊരു ഭാവനയിൽ കാണാം. ഈ തീരത്താണ് ഗാമ കാലുവെച്ചത്. എന്തോ ചരിത്രം കേരളക്കരയ്ക്ക് തന്നതാണെന്ന് മാത്രം പറഞ്ഞുകൊണ്ട് നടക്കുന്ന ഒരുപിടി ആൾക്കാർ, എന്തൊക്കെയോ പഴങ്കഥകൾ പറഞ്ഞുകൊണ്ടിരിക്കുന്ന അമ്മമാരും കുട്ടികൾ ഉല്ലസിച്ച് കളിക്കുന്നു.
ഊഞ്ഞാലാടുന്ന വലിയവരും ചെറിയവരുമായ ഒരു കൂട്ടം ഉല്ലാസയാത്രക്കാർ. ഫീസ് വാങ്ങിക്കയറ്റുന്ന ബീച്ചായതിനാൽ എല്ലാ സൗകര്യങ്ങളും ഉണ്ട്. ബാത്റൂം, വിശ്രമ കേന്ദ്രങ്ങൾ, കുട്ടികൾക്ക് ഇരിക്കാനും കിടക്കാനും ഉറങ്ങാനും ഒക്കെ സൗകര്യങ്ങൾ കൊടുത്തിട്ടുണ്ട് ഈ ബീച്ചിൽ. വിദേശ രാജ്യങ്ങളിലൊക്കെ വരുമ്പോൾ അതിന്റെ നിലവാരം വേണമെന്ന ഉദ്ദേശം ഉണ്ടാകാം ഇത്തരം സംവിധാനങ്ങളൊക്കെ ഒരുക്കിയിരിക്കുന്നു വേണം കരുതാൻ. പോർച്ചുഗലുകാരാണോ എന്നറിയില്ല, ആകാം എന്ന് തോന്നുന്നു. അവരും പഴമയെ ഇവിടെ സ്ഥലം സന്ദർശിക്കാൻ വന്നിട്ടുണ്ട്. കേരളക്കരയിലെ കാപ്പാടിനോടും കേരളത്തിലെ വാസ്കോ ഡ ഗാമ വന്ന ചരിത്രവും എല്ലാവർക്കും പഠിക്കാനുള്ളതും അറിയുന്നതാണ്. അതുകൊണ്ട് അധികം ഞാൻ ഇതിനെക്കുറിച്ച് പറയണമെന്നില്ല. മാത്രമല്ല, ചെറിയ വീഡിയോകളാണല്ലോ നമ്മൾ കേരളക്കാർക്ക് പൊതുവെ ഇഷ്ടം. അതുകൊണ്ട് വലിച്ചു നീട്ടാനും ഉദ്ദേശിക്കുന്നില്ല. ഈ ബീച്ചിന്റെ ഏകദേശം എല്ലാ വശങ്ങളും നമ്മൾ കാണിച്ചിരിക്കുന്നു. പഴയ തലമുറയുടെ നേർക്കാഴ്ചകളാണ് ഈ കാണുന്നത്. അന്നത്തെ നിന്നുള്ള തലമുറയിലെ ബാക്കിയുള്ള ചെറിയ തലമുറയായിരിക്കാം ഈ ഇരിക്കുന്നത് എന്ന് എനിക്ക് തോന്നുന്നു. ഏകദേശം ഈ ഭാഗങ്ങളെല്ലാം കവർ ചെയ്ത് ശരി കൂട്ടുകാരെ, അപ്പോൾ കോഴിക്കോട് വരുമ്പോഴോ അല്ലെങ്കിൽ നിങ്ങൾ ഹൈവേ വഴി യാത്ര ചെയ്യുമ്പോൾ അവിടുന്ന് ഒരു 5 കിലോമീറ്റർ ഹൈവേയിൽ നിന്ന് മാറിയാൽ കാപ്പാട് കടപ്പുറത്ത് കൊയിലാണ്ടി കഴിഞ്ഞിട്ടാണ്. കാസർഗോഡ് നിന്ന് വരുമ്പോൾ തിരിച്ച് തിരുവനന്തപുരം ഭാഗത്ത് നിന്ന് മംഗലാപുരം ബസ്സിലേക്ക് പോകുന്നവർ കോഴിക്കോട് കഴിഞ്ഞിട്ടായിരിക്കണം. ഓക്കെ. കാമയുടെ കാൽപാദം വീണ ഈ കാൽപ്പാഴം പതിഞ്ഞ ഈ പ്രദേശത്ത്, വീണ എന്ന് പറഞ്ഞാൽ ചാടിയായിരിക്കുമല്ലോ. കാമ ഒന്ന് ഇറങ്ങി കാണുക. നല്ല മനസ്സിൽ സന്തോഷത്തോടു കൂടി അദ്ദേഹത്തിന്റെ ആ സന്തോഷം, ഒരു ആഹ്ലാദ തിമിർപ്പൊക്കെ കൂടി കാലെടുത്ത് വെച്ച കാപ്പാട് കടപ്പുറം. കൂട്ടുകാർ വരുമ്പോൾ ഇതിലെ വരണം. ഓക്കെ.